സർ, പരാതിക്കാരായിട്ടുള്ള സ്ത്രീകളെ മൊഴി കൊടുക്കാനായിട്ട്, സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നതിന് സമയത്തിന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? സാധാരണഗതിയിൽ ഒരു പരാതിക്കാരി സ്ത്രീയാണ് പരാതിക്കാരിയെങ്കിൽ അവരെ അസമയത്ത്, പ്രത്യേകിച്ച് സൺസെറ്റിന് ശേഷം സ്റ്റേഷനിൽ വിളിച്ചു വരുത്താനോ സൺസെറ്റിന് ശേഷം സ്റ്റേഷനിൽ ഡീറ്റെയിൻ ചെയ്യാനോ പാടുള്ളതല്ല. അസാധാരണ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസിൽ ചെയ്യാം. ഒരാൾ പരാതിക്കാരനോ പരാതിക്കാരിയോ ആയിക്കോട്ടെ, അവര് സ്റ്റേഷനിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോലീസ് വിളിച്ചാൽ ചെല്ലാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ അവരെ അനാവശ്യമായിട്ട് അസൗകര്യപ്പെടുത്തുന്ന രീതിയിൽ മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിച്ച് മുഷിയിപ്പിക്കുന്നത് അത് അനുവദനീയമല്ല. ദാറ്റ് കനോട്ട് ബി അലൗഡ്. അവിടെ പോലീസ് സ്റ്റേഷനിൽ വാദിയാണെങ്കിലും പ്രതിയാണെങ്കിലും ആര് ചെന്നാലും പോലീസ് മാന്യമായി പെരുമാറാൻ നിയമം അനുശാസിക്കുന്നുണ്ട്. പോലീസ് കംപ്ലൈനന്റിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് കംപ്ലൈനന്റ് സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് കൊടുക്കാൻ കംപ്ലൈനന്റിന് ബാധ്യതയുണ്ട്, ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്. ഇനി കംപ്ലൈനന്റ് വേറെ ഏതെങ്കിലും ജില്ലയിലാണെങ്കിൽ പോലീസിന് ആ കംപ്ലൈനന്റ് അയച്ചിരിക്കുന്ന ഇമെയിലോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ അയച്ച ലെറ്ററോ തന്നെ FIS ആയിട്ട് അവരുടെ ഒപ്പുള്ളത് കൊണ്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. കംപ്ലൈനന്റിനെ നേരിട്ട് വിളിച്ച് വരുത്തണമെന്നൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പോലീസിന് അങ്ങനെയും ചെയ്യാൻ സാധിക്കും. പക്ഷേ പോലീസ് അക്യൂസ്ഡിനെ വിളിക്കുകയാണെങ്കിൽ ഫോണിൽ കൂടെ വിളിക്കാൻ പോലീസിന് അധികാരമില്ല. പോലീസ് നോട്ടീസ് അയച്ച് തന്നെ വിളിക്കണം. BNSS 35(3) നോട്ടീസ് അയച്ച് വിളിക്കണം. അങ്ങനെ വിളിച്ചു വരുത്തി മാത്രമേ അക്യൂസ്ഡിനെ പോലീസിന് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ പാടുള്ളൂ. വിറ്റ്നസിനെ ആണെങ്കിലും ഫോണിൽ കൂടെ സ്റ്റേഷനിൽ വരാൻ പറയാൻ പോലീസിന് അധികാരമില്ല. പോലീസ് വിറ്റ്നസിനെ ആണെങ്കിൽ 179 പ്രകാരമുള്ള BNSS 179 പ്രകാരമുള്ള നോട്ടീസ് അയക്കണം. ആ നോട്ടീസ് സീനിയർ സിറ്റിസൺസ്, 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിനെയോ സ്ത്രീകളെയോ അല്ലെങ്കിൽ 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയോ അല്ലെങ്കിൽ ഭിന്നശേഷിപ്പുകാരെയോ അസുഖമുള്ളവരോ ആണെങ്കിൽ അവർക്ക് നോട്ടീസ് സെർവ് ചെയ്ത് സ്വവസതിയിൽ പോയി അവർക്കും കൂടെ സൗകര്യപ്പെടുന്ന സമയത്ത് വേണം സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ. അല്ലാതെ അവരെ ആരെയും സ്റ്റേഷനിൽ സാക്ഷികൾ എത്തണമെന്ന് നിർബന്ധിക്കാൻ പറ്റുന്നതല്ല. മറിച്ച് പ്രതിയാണെങ്കിൽ പോലീസിന് തീർച്ചയായിട്ടും BNSS 35(3) നോട്ടീസ് പ്രകാരം വിളിച്ചു വരുത്താവുന്നതാണ്. പ്രതിയും അസുഖബാധിതനാണെങ്കിൽ പോലീസ് വീട്ടിൽ ചെല്ലേണ്ടതാണ്. മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് പ്രതികളുടെയും സാക്ഷികളുടെയും ഒപ്പ് വാങ്ങാൻ പാടുള്ളതല്ല. വളരെ കർശനമായിട്ട് നിയമം പറയുന്നത് പ്രതിയുടെയും സാക്ഷികളുടെയും ഒപ്പ് വാങ്ങാൻ പാടില്ല. സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാം, ഓഡിയോ റെക്കോർഡ് ചെയ്യാം, വീഡിയോ റെക്കോർഡ് ചെയ്യാം. അല്ലാതെ മൊഴി വായിച്ചു നോക്കി ശരിയെന്ന് ഒപ്പിട്ട് തരണം എന്ന് പറയാൻ പോലീസിന് യാതൊരു വിധത്തിലെ അധികാരവുമില്ല. അതാണ് പതിവ്. പക്ഷെ അത് നിയമവിരുദ്ധമാണ്. നമ്മൾ ഒപ്പിട്ട് കൊടുക്കേണ്ട ബാധ്യതയില്ല. മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് നമുക്ക് കിട്ടാനായിട്ടുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ച് ഒപ്പിട്ട് കൊടുക്കുന്ന കംപ്ലൈനന്റ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് കംപ്ലൈനന്റിന് കൊടുത്തേ മതിയാകൂ. അത് പോലീസ് നിഷേധിക്കാനായിട്ടുള്ള അവകാശമൊന്നും പോലീസിനില്ല. പോലീസ് സാധാരണ ചെയ്യുന്നത് ആളുകളെ സ്റ്റേഷനിൽ വരുത്തി ബുദ്ധിമുട്ടിക്കുകയാണ്. നോട്ടീസ് കൊടുക്കാതെ പോലീസിന് വരുത്താൻ അധികാരമില്ല. പക്ഷേ പോലീസിന് സീരിയസ് ഒഫൻസസിന്റെ കേസിൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട്. സുപ്രീം കോടതിയുടെ DK ബസു അറസ്റ്റ് നിബന്ധനകൾ അനുസരിച്ച് പോലീസിന് അറസ്റ്റ് മെമ്മോയും ദേഹപരിശോധന മെമ്മോയും എല്ലാം തയ്യാറാക്കി വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള
അധികാരം പോലീസിനുണ്ട്. സിനിമയിലൊക്കെ ചോദിക്കുന്നത് പോലെ വാറന്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ ജനങ്ങൾക്ക് അവകാശമില്ല. പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിയമപരമായാണ് അറസ്റ്റെങ്കിൽ വഴങ്ങിക്കൊടുക്കാനും ജനങ്ങൾ, പൗരന്മാർ ബാധ്യസ്ഥരാണ്. സർ, അതുപോലെ തന്നെ ഈ പലപ്പോഴും പോലീസ് മർദ്ദിക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏത് സാഹചര്യത്തിലും അങ്ങനെ മർദ്ദിക്കാനുള്ള അവകാശം അല്ലെ അധികാരമുണ്ടോ പോലീസിന്? മർദ്ദിക്കാൻ പോയിട്ട് എടാ പോടാ എന്ന് പോലും ഒരു ക്രിമിനലിനെ വിളിക്കാൻ പോലും പോലീസിന് അധികാരമില്ല എന്ന് അനിൽ ജയസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിധിന്യായത്തിൽ കേരള ഹൈക്കോടതി വളരെ കർക്കശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. പോലീസ് എപ്പോഴും മാന്യമായി തന്നെ ജനങ്ങളോട് പെരുമാറണമെന്നും ജനങ്ങളാണ് മാസ്റ്റേഴ്സ് എന്നും പോലീസുകാർ സെർവൻസ് ആണെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതൊരു റിപ്പബ്ലിക് സംവിധാനത്തിൽ അത് തന്നെയാണ് ശരി. പോലീസുകാർ സർക്കാർ ജീവനക്കാരാണ്. അവര് ജനങ്ങളുടെ നികുതിപ്പണം കൈപ്പറ്റുന്നവരാണ്. അവർ വേലക്കാരും ജനങ്ങൾ യജമാനന്മാരുമാണ്. മാന്യമായിട്ട് ജനങ്ങളോട് പോലീസ് പെരുമാറാനും ജനങ്ങൾ പോലീസിനോട് പെരുമാറാനും ബാധ്യസ്ഥരാണ്. പിന്നെ ആര് ദേഹോപദ്രവം ചെയ്താലും അത് യൂണിഫോം ഇട്ടത് കൊണ്ട് ഒരു ഇമ്മ്യൂണിറ്റിയും ഇല്ല. അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. അത് ഇൻ ലൈൻ ഓഫ് ഡ്യൂട്ടി സെൽഫ് ഡിഫൻസിൽ അല്ലാതെ ഫോഴ്സ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇൻ ലൈൻ ഓഫ് ഡ്യൂട്ടി പോലും ഫോഴ്സ് ഉപയോഗിക്കുന്നത് ഓൺലി പ്രൊപ്പോർഷനേറ്റ് ഫോഴ്സ്, അല്ലാതെ ഡിസ്പ്രപ്പോർഷനേറ്റ് ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ ചെയ്യുന്നത് ക്രിമിനൽ ഒഫൻസസ് ആണ്. അത് ചെയ്താൽ ആ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ക്രിമിനലാണ്. ഒരു ക്രിമിനലിനെ എങ്ങനെയൊക്കെ നിയമം കൈകാര്യം ചെയ്യും ആ രീതിയിൽ അദ്ദേഹത്തിനെയും കൈകാര്യം ചെയ്യേണ്ടതാണ്.